യുവർ വർക്ക് ഈസ് യുവർ വർഷിപ്പ്. വർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള ചിന്തകളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ നീറുന്ന ഒരു അനുഭവം ഈ ഒരു വാചകത്തിലൂടെ ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. വളരെ മാന്യമായി ജീവിച്ച് ദൈവഭക്തിയോടെ പെരുമാറി നല്ലവണ്ണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ലൊരു ഉദ്യോഗം കിട്ടി ചെന്ന് പെട്ടത് ഈ വർക്ക് കൾച്ചറിൻ്റെ വളരെ ഒരു വർഷിപ്പിംഗ് നേച്ചറുള്ള സ്ഥലത്തായിരുന്നു. വർക്ക് വർക്ക് ആൻഡ് വർക്ക് ഓൺലി. കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കഴുതപ്പണി മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി ഏർപ്പെട്ടിരുന്ന ആത്മീയ ശുശ്രൂഷകൾക്കൊന്നും പോകാൻ പറ്റാതായി. അങ്ങനെ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് സമയം ചോദിച്ചപ്പോൾ അവരുടെ മേലധികാരി ആ കുട്ടിക്ക് കൊടുത്ത മറുപടിയാണ് യുവർ വർക്ക് ഈസ് യുവർ വർഷിപ്പ്. അത് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിനിടയാക്കി. അങ്ങനെ വർഷിപ്പിന് സമയമില്ലാതെ വർക്ക് ചെയ്ത് അവസാനം വർഷിപ്പ് തന്നെ മറന്നുപോയി. ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നവരുടെ കൂട്ടത്തിലായി. സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നീങ്ങി. ആ സമയത്ത് എങ്ങനെയോ ആരുടെയോ സഹായത്താൽ ആ വർക്ക് കൾച്ചറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. വലിയൊരു തിരിച്ചറിവ് ആ കുട്ടിക്ക് വന്നു. ആ കുട്ടി എന്നോട് ഈ കാര്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള സംസാരത്തിൽ ചിന്തയിൽ ഈ അനുഭവം കൂടി പങ്കുവെക്കണമെന്ന് പറയുമായിരുന്നു. കാരണം വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. വർക്ക് വർഷിപ്പ് ആകണമെന്നുണ്ടെങ്കിൽ വർഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഊർജം ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും വർഷിപ്പിനോട് തന്നെയുള്ള ഒരു മനോഭാവം, അതായത് സിൻസിറിറ്റിയുടെ, ഡെഡിക്കേഷൻ്റെ, കമ്മിറ്റ്മെൻറ്റിൻ്റെ, പാഷൻ്റെ ഒരു മനോഭാവം ഉണ്ടാകണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്നും ഇന്നുള്ള ആളുകൾക്ക് അറിഞ്ഞുകൂടാ. എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഒരർത്ഥത്തിൽ ആ കുട്ടി പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് വർഷിപ്പിനോടുള്ള അതേ മനോഭാവത്തോടെ ഈ വർക്കിനെ സമീപിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. അതേ വിശുദ്ധി, അതേ അർപ്പണബോധം, അതേ ആത്മാർത്ഥത, അതേ കഠിനാധ്വാനം, അതേ സത്യസന്ധത, അതെല്ലാം നമ്മുടെ വർക്കിലും വെച്ച് പുലർത്തണം. അല്ലാതെ വർഷിപ്പിന് പോലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വർക്ക് മാത്രം ചെയ്തിട്ട് ആ വർക്ക് തന്നെ വർഷിപ്പാക്കി മാറ്റുന്ന ഒരു രീതി അല്ല അത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളിപ്പോൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മേഖലകളിൽ ഇന്ന് ഈ വർക്കിൻ്റെ വർഷിപ്പ് കൾച്ചർ വന്നു തുടങ്ങി. വർക്കിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു കൾച്ചർ വന്നു തുടങ്ങി. അതുകൊണ്ട് എന്ത് പറ്റുന്നു, ഒരുപാട് ചെറുപ്പക്കാർക്ക് അവരുടെ ആത്മീയമായിട്ടുള്ള മേഖലകൾ മറന്ന് പോകേണ്ട അവസ്ഥ വരെ വന്നുപോയി. അങ്ങനെ ആത്മീയമായ അവസ്ഥ അതിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മാനസിക നിലയിൽ മാറ്റം വന്നു. കാരണം മാനസിക നിലയുടെ താളം തെറ്റാതെ പിടിച്ചു നിന്നത് പലപ്പോഴും ഈ അവരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ദൈവിക ചിന്ത തന്നെയായിരുന്നു. അപ്പൊ ദൈവിക ചിന്തയിൽ നിന്നും അകന്നപ്പോൾ അവർക്ക് ഈ മാനസിക സമ്മർദ്ദങ്ങളെ തടുക്കാനായിട്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഉള്ള വേദികൾ കുറഞ്ഞു വന്നു. അവിടെയാണ് അവർക്ക് ഈ കടുത്ത സമ്മർദ്ദങ്ങളെ നേരിടാൻ പറ്റാതെ വന്നത് എന്ന് പറയണം എന്ന് ആ കുട്ടി പറഞ്ഞു. അത് വളരെ ശരിയാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ആ ചിന്ത കൂടെ ഇവിടെ പങ്കുവെക്കുകയായിരുന്നു. ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ, ദൈവത്തെ മറന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തെ മറക്കാന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് അകലുക എന്നാണ്. അങ്ങനെ ഒരു ഒരു വർക്കിനെ വർഷിപ്പ് ചെയ്യുന്ന കൾച്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വർക്കിൻ്റെ വിശുദ്ധിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മളൊക്കെ മറന്നു പോകുന്നു. ആ വർക്കിനെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വിശുദ്ധിയോടും കൂടി കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ദൈവിക ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. കാരണം
അത് ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ക്വസ്റ്റ്യനായിട്ട് മാറും. അവനവൻ്റെ മനസ്സാക്ഷിയോടുള്ള അക്കൗണ്ടബിലിറ്റി എന്ന് പറയില്ലേ, ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു ആൻസറബിലിറ്റിയാണ്. അടുത്തത് പറഞ്ഞ ആ വാക്ക് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള മനസാക്ഷിയുടെ ശബ്ദമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും നീതിപൂർവമായും അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ നിർവഹിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ആ ഘടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു പൊയ്മുഖം മാത്രമായിട്ട് മാറും, ഒരു കടത്ത് കഴിക്കൽ മാത്രമായിട്ട് മാറും. അങ്ങനെ കടത്ത് കഴിച്ച് കഴുതപ്പണി ചെയ്യുന്ന വർക്ക് കൾച്ചറിൽ നിന്നും മാറി സത്യസന്ധവും നീതിപൂർവവുമായിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാ മേഖലകളിലുള്ളവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയൊക്കെ പെട്ട് കിടക്കുന്നവർക്ക് അതിനെ ചോദ്യം ചെയ്ത് ഒന്നുകിൽ പുറത്തു വരാനോ അല്ലെങ്കിൽ അതിനെ തിരുത്തുവാനോ ആയിട്ടുള്ള ആത്മശക്തി ലഭിക്കാനായിട്ടും നമുക്ക് അവരെയൊക്കെ സഹായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.